വെൽക്കം ബാക്ക് റിയാക്ടിംഗ് വീഡിയോസ്. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നിവിടെ റിയാക്ടിംഗ് അല്ല ഉള്ളത്, ചെറിയ ഒരു 2 കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഒന്ന്, എനിക്ക് ലഭിച്ച ഒരു ഗിഫ്റ്റിനെ കുറിച്ചാണ് പറയുവാനുള്ളത്. 2, നമ്മളൊരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ഒരു ബൈത്തുർ റഹ്മ ഉദ്ഘാടനം കഴിഞ്ഞ വിഷയം സംബന്ധിച്ച്. അന്ന് മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ് അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനത്തിലും അതുപോലെ ബൈത്തുർ റഹ്മ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ ആ വീട് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീട് ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. എനിക്ക് ലഭിച്ച സമ്മാനം ഇതാണ്. ഇത് ഒരു മൈക്കയാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈക്കയാണ്. ഇത് മാത്രമല്ല, ഒരു മൈക്ക് കൂടി അതിലുണ്ട്. ഇങ്ങനെ ഒരു മൈക്ക് കൂടിയുണ്ട്. ഇനി ഒരാൾ കൂടി നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് കൂടി സംസാരിക്കുവാനുള്ള ഒരു മൈക്ക് കൂടിയുണ്ട്. ഇത് വലിയൊരു സെറ്റായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. 11,000 രൂപ, 10,990 രൂപ വിലയുള്ള ഈ ഒരു മൈക്ക് എനിക്ക് അയച്ചു തന്നത് UAE ഉള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുസ്തഫ എന്നാണ്. കൂടുതൽ ഡീറ്റെയിലുകൾ അറിയില്ല. അദ്ദേഹം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്യുകയാണ്. എനിക്ക് ഒരു ഗിഫ്റ്റ് അയക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്, എൻ്റെ അഡ്രസ്സ് നൽകുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഗിഫ്റ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ എൻ്റെ അഡ്രസ്സ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു. മിനിഞ്ഞാന്ന് എനിക്കൊരു കോൾ വന്നു, നിങ്ങൾക്കൊരു പാർസലുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആമസോണിൽ നിന്നാണ് പാർസൽ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചിരുന്നു. അത് കൊണ്ടുവന്ന ആൾ ഒരു OTP പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് നൽകിയത് ഈ ബോക്സ് ആയിരുന്നു. ഈ ബോക്സിനുള്ളിൽ ഈ ചെറിയ ബോക്സ് ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കുറേ സെറ്റിങ്സൊക്കെ ഉള്ള ഈ മൈക്കാണ് ഉണ്ടായിരുന്നത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പല ആളുകളും എൻ്റെ വീഡിയോയ്ക്ക് ശബ്ദം കുറവുണ്ട് എന്നുള്ള പരാതി പറഞ്ഞപ്പോൾ നല്ല മൈക്കൊക്കെ വാങ്ങട്ടെ, നമുക്ക് നല്ല ശബ്ദത്തിൽ വീഡിയോകൾ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അത് അദ്ദേഹം കേട്ടിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ്. ഏതായാലും ഒരു മൈക്ക് നമ്മൾ ചെറുത് വാങ്ങിയിരുന്നു. അത് ചിലമ്പൽ കൂടുതലായത് കാരണം കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ആ മൈക്ക് അദ്ദേഹം എനിക്ക് നൽകുന്നത് ദഅവത്തിൻ്റെ മേഖലയിൽ ഇസ്ലാമിൽ അടിഞ്ഞുകൂടിയ പിഴച്ച വിശ്വാസങ്ങൾ, മുസ്ലിം ഉമ്മത്തിൻ്റെ ചില ആളുകളുടെ വിശ്വാസത്തിൻ്റെ അടിവേര് പറിച്ചെടുക്കുവാൻ പ്രാപ്തമായ ചില പിഴച്ച വിശ്വാസങ്ങൾ ഇത്തിൽക്കണ്ണി പോലെ പടർന്ന് പന്തലിക്കുമ്പോൾ അതിന് ഒരു തടയിടുക എന്ന ഉദ്ദേശത്തോടെ അത് വലിച്ചു കീറുന്ന ഒരു പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്, വീഡിയോയുടെ കമൻറ്റിൽ വന്നുകൊണ്ട് പല ആളുകൾ കുറ്റപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കാറുണ്ട്. ആ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന കൂട്ടത്തിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ പ്രവർത്തനത്തിന് ഒരു സഹായം ചെയ്ത മുസ്തഫ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് അത് അല്ലാഹുവിന് മാത്രമാണ് അറിയുക. ഈ ദഅവ പ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് സഹായിക്കാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ മനസ്സിന് 1000 നന്ദി അറിയിക്കുന്നുണ്ട്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് എന്തു തന്നെയാവട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് സ്വീകരിക്കട്ടെ. ഇനി ബൈത്തുർ റഹ്മ എന്നുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുവാനുള്ളത്. നമ്മൾ അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ ബൈത്തുർ റഹ്മയുടെ ഒരു വീഡിയോ നമ്മൾ കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ബൈത്തുർ റഹ്മ ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു ഭാഗം, താക്കോല് ദാനം നൽകുന്ന ആ ഒരു സമയത്ത് എടുത്ത ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം കാണാം. وروحي أحرفي ولساني عربية. 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ആ താക്കോല് ഏറ്റുവാങ്ങിയത്. ഒരു സ്ത്രീയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിനാണ് അവിടെ നെച്ചുള്ളി മുസ്ലിം ലീഗ് കമ്മിറ്റി അവർ ആ ബൈത്തുർ റഹ്മ നിർമ്മിക്കുകയും അത് അവരിലേക്ക് നൽകുകയും ചെയ്തത്. ഇനി ആ ബൈത്തുർ റഹ്മയുടെ പുറത്തു നിന്നുള്ള ഒരു വീഡിയോ ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് കാണാം. റഹ്മ എന്ന അറബി വാക്കിനർത്ഥം കാരുണ്യം എന്നാണ്.
എന്നാൽ ബൈത്തുർ റഹ്മയിലെ റഹ്മക്ക് ഒറ്റ അർത്ഥം മാത്രമല്ല, ആർക്കു മുന്നിലും അടയാതെ കിടന്നൊരു ഹൃദയവാതിലിൻ്റെ സ്മരണയാണത്. ജീവിതകാലത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പകർന്നു നൽകിയ സ്വാന്തനം മരണാനന്തരം കാരുണ്യത്തിൻ്റെ വീടുകളായി മാറണമെന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചു. അങ്ങനെ അർഹതയെന്ന ഒറ്റ മാനദണ്ഡത്തിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തിയ ഓരോ വീടുകളും കാരുണ്യത്തിൻ്റെ തുല്യതയില്ലാത്ത കേരള മാതൃകയായി മാറുമ്പോൾ, ജന്മനാ ഹരിത വിപ്ലവം നെഞ്ചിലേറ്റിയ നെച്ചുള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലും അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെയും മകം നിറഞ്ഞ കാരുണ്യത്തിൻ്റെയും ഫലമായി നെച്ചുള്ളി മേഖല ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇതാ രണ്ടാമതൊരു കാരുണ്യ ഭവനത്തിന്റെ വാതിൽ തുറക്കുകയായി. നാളെ മഹാനായ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളുടെയും മറ്റു നേതാക്കളുടെയും സാന്നിധ്യമുള്ള ബൈത്തുർ റഹ്മ സമർപ്പണ സംഗമത്തിലേക്കും തുടർന്ന് ടീം സർഗധാര അണിയിച്ചൊരുക്കുന്ന ഇശൽ വിരുന്നിലേക്കും ഏവർക്കും സ്വാഗതം. അപ്പോൾ റഷീദ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ താക്കോലുദാനം നിർവഹിക്കപ്പെട്ട ആ ബൈത്തുർ റഹ്മയാണ്, അതിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പ്രമുഖ പ്രാസംഗികൻ അവിടെ ഇന്ന് പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഷിബു മീരാൻ എന്നാണ്. ആ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് മണ്ണാർക്കാടിൻ്റെ പ്രിയ MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീനാണ്. അതുപോലെ ഇശൽ നിലാവ് എന്ന പേരിലുള്ള ഒരു പ്രോഗ്രാമൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇത് വീണ്ടും എടുത്ത് കാണിക്കുന്നത് മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അവർ വിദ്വേഷത്തിൻ്റെ വിത്ത് പാകിയപ്പോൾ അതിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് മൂവ്മെൻ്റായ അല്ലെങ്കിൽ സംഘടനയായ മുസ്ലിം യൂത്ത് ലീഗും അവരൊക്കെ ചെയ്യുന്ന നന്മ അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അതുകൊണ്ടുകൂടിയാണ് ഇത് കാണിക്കുന്നത്. ഇനി ബൈത്തുർ റഹ്മയുടെ ചെറിയൊരു ഭാഗം കൂടി നമുക്കൊന്ന് കാണാം. അത് കഴിഞ്ഞ് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ പണിതുയർത്തുന്ന നിരാലംബരായ ആളുകൾക്കുള്ള മണിസൗധങ്ങൾ, അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. ബൈത്തുർ റഹ്മ സമർപ്പണം നെച്ചുള്ളി മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു മേഖലാ കമ്മിറ്റിയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ചില ആളുകൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യണം, അവരിവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഭയങ്കരമായ ഒരു അനർത്ഥം സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, അവരിവിടെ നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തുറന്നു പറയുക എന്നുള്ളതായിരുന്നു. ഇൻഷാ അല്ലാഹ് ആളുകൾക്ക് മനസ്സിലായി എന്നാണ് കരുതുന്നത്. ഇതുപോലെയുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങളിലേക്ക് യുവത്വം ഇനിയും ഇറങ്ങിത്തിരിക്കട്ടെ. അവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്നാണ് അറിയിക്കുവാനുള്ളത്. എനിക്ക് ഒരു മൈക്ക് അയച്ചു തന്നുകൊണ്ട് ദാവാപ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് സഹായം ചെയ്ത സഹോദരന് അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ. ഈ ബൈത്തുർ റഹ്മ പോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ യുവാക്കൾക്ക് അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.